ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്ത്രീകളെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് എന്താ പറയുക, വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വരണം, ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ത്രീകൾ മാത്രം എന്താണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും ആർക്കും അതൊന്ന് എന്താ പറയുക, അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ ഒരു ചെറിയൊരു കാര്യം, ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധപ്പെടുത്താം. ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ലേഡി ഒരു റൂമിൽ കയറിയാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നതെന്തോ അതുവരെ 6 മാസത്തോളം നിങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു വേദന അതെന്താന്നുള്ളത് ഞാനൊരു സ്ത്രീയാണ്, ഞാൻ അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ ആ പുരുഷന്മാരുടെ ഭാര്യ, അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ. അവര് ഇത് അനുഭവിക്കുന്നത് 6 മാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിൽ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം, ആ സ്ത്രീ ഏറ്റെടുക്കണം. അല്ലാതെ പുരുഷന്മാരെ എല്ലാം കുറ്റം പറയേണ്ടത്. ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക, ആ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക. രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ? ഒരു കൊല്ലത്തോളം കൂടെ പോയ ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല? ഇപ്പൊ തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ ഒരു ലേഡി പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവര് ജയിലൊക്കെ നല്ല രീതിയിൽ നടന്നു. അവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്ത ഈ കുറ്റം ചെയ്യുമോ? അപ്പൊ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അവര് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കേസിലും അവര് ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും? മനസ്സാന്തരം വരുമോ? ഇല്ല. സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുക വേണം. അത് ആ സ്പോട്ടിൽ കൊടുക്കണം. ഒരുപാട് ഞാൻ 20 വർഷം ഒരു കേസ് നടത്തി ജയിച്ച ആളാണ് ഞാൻ. 20 വർഷം ഈ 20 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ 20 വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട്, എത്ര സഹിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 20 വർഷത്തോളം കൊണ്ടുപോകാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. ഞാൻ എന്നും പറയും, എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിൽ സ്ഥാനം എന്ത് കൊടുത്തിട്ടുള്ളൂ, ഈ ജീവിതാവസാനം വരെ ഞാൻ കൊടുക്കുള്ളൂ. കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ. ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ വിളിച്ചെത്തിക്കുന്ന മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. അത് നിങ്ങളുടെ എന്താ പറയുക, കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് വേറെ പണിയില്ലേ, മാധ്യമങ്ങൾക്ക് ഇതാണ്. മാധ്യമങ്ങളുടെ പണി ചെയ്യുക വേണം, ജനങ്ങൾ അറിയണതല്ല. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല, തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ്, പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തുല്യമായിട്ട് തന്നെ അവർ പുറത്ത് കാണിക്കണം. ഒരിക്കലും മറച്ചു വെക്കരുത്. കുറ്റം ചെയ്തിട്ട് സ്ത്രീകളായാലും ഒരുപോലെ ഇഷ്ടം കൊടുക്കണം. പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റി വെക്കുക, സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക, അവര് ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞ് വലിയ വൈറലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച്, നമ്മുടെ ഭർത്താവാനെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടുന്ന ആൾക്കാരല്ല. പുരുഷന്മാരെന്നുള്ള സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, മദ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമില്ല. പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വസ്ത്രധാരത്തെ കുറിച്ച് കുറെ പേരോട് ചോദിച്ചു. സ്ത്രീകൾ, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ, ഇഷ്ടമില്ലാത്തൊരു പലതും പറയും. നമ്മളെല്ലാത്തിനും പുറകെ നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത്. എന്താ നല്ലത് പകർത്തിയ പോലെ എന്തിനും ചീത്ത മാത്രം പകർത്തുന്നത്? സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ അതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു കാര്യം ചെയ്യാം, നമുക്ക്
വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക. എന്താ ചെയ്യാത്തത്? എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട്? അതിനാർക്കും ഒന്നും പറയാനില്ലേ? അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത്? ഒരു കേരള സാരി പിടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ നടക്കുമ്പോൾ കേരള സാരി പിടിപ്പിച്ചിട്ട് ഇറങ്ങണമെന്നേ, എന്താ പറ്റാത്തത്? അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഇനി ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. കാരണം ഞാൻ പറഞ്ഞേ, എനിക്കിപ്പോ രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുള്ള ആളൊന്നുമല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനമല്ലേ? താങ്കളും തിരുവനന്തപുരത്തുകാരനാണ്. നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ? പോയിട്ടില്ലേ? അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ? ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. എന്തുകൊണ്ട്? നിങ്ങൾ എല്ലാവരും പോയി കാണുന്നില്ലേ? അതൊരു സ്ത്രീയല്ലേ? അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്നുമല്ല കാര്യം. ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ, അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന, എന്തായാലും ഇതിന് ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും. ഞാനിനി എന്ത് ചെയ്താലും വേണ്ടില്ല, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനി രാവിലെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരും കേട്ടോ, ഞാൻ വരാതിരിക്കില്ല. കാരണം എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പുരുഷന്മാരെ ഒരിക്കലും കുറ്റം പറയില്ല. അതുകൊണ്ട് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. പെൺകുട്ടികളുടെ വ്യാജ റേപ്പ് കേസ് കൊടുത്തു, പീരീഡിന്റെ ദിവസം എന്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യപാത, അതാണ് ഒരു മോഡറേറ്റ് പാതയിൽ ഉയർത്തിപ്പിടിച്ച് നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോട് വളരെ ബഹുമാനത്തോടും ആദരവോടും പറയാൻ ആഗ്രഹിക്കുന്നു. അഥവാ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേര് വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കും. തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു, അതായത് സിറ്റിംഗ് ജഡ്ജിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാലും മഹാത്മാഗാന്ധി സിറ്റിംഗ് ജഡ്ജി അല്ലല്ലോ, മഹാത്മാഗാന്ധി നമ്മുടെ പൊതുസ്വത്തല്ല. അങ്ങനെ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഇനി ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു. തീർച്ചയായും നിങ്ങൾ വരിക, ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ. അതുകൊണ്ട് 100% നാളെ പാലഭിഷേകവും അതോടൊപ്പം ഈ നിയമ വായനയും. ഇത് നിയമസഭയിൽ എത്തിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ വിദ്വേഷ പ്രസംഗം ഞങ്ങൾ പറയണല്ലോ കേട്ടോ, ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, അവര് പോലീസിന് കൊടുത്ത ഒഫീഷ്യൽ പരാതിയിലെ വാക്കാണ് പറയുന്നത്. ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുന്നു. പാലഭിഷേകം അതെങ്ങനെ പറയും? അപ്പം വിജയുടെ കട്ടൗട്ടിൽ ആൾക്കാർ പാലഭിഷേകം നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുന്നു. ചുമ്മാ ഗുമ്മിന് ഡയലോഗ് അടിക്കുക. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടല്ല കേട്ടോ. കുറച്ചു കാലം മുമ്പ് നമ്മുടെ പ്രമുഖമായ കേരള പോലീസിലെ സിംഗമായിരുന്ന ഒരു IG പറഞ്ഞു 14 സെക്കൻഡ് പെൺകുട്ടിയെ നോക്കിയാൽ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അത് വകുപ്പുണ്ടോ? അതായത് ഞാൻ ആരും മോശമാക്കാനല്ല, ആലങ്കാരികമായി പറയട്ടെ. അതായത് യൂട്യൂബ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഹുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുമ്മും പഞ്ച് ഡയലോഗും വേണമെന്ന് സാധാരണക്കാർ പറയും. സാധാരണക്കാരങ്ങനെ ഗുമ്മും ഹുക്കും ഒന്നും ഇട്ടാൽ കുഴപ്പമില്ല. IG-യും ജഡ്ജിയും ഒക്കെ ഇട്ടു തുടങ്ങിയ നാട്ടിന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബഹുമാനത്തോടെ വിമർശനം ചോദിച്ചോട്ടെ. ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളി വിമർശിച്ചോ? ഞങ്ങൾ വിമർശിച്ചു. അതായത് ഒരാൾ മരിക്കുകയാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ ഷാരൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതി പേര് പറയാം, എന്തിനാ പേര് പറഞ്ഞിട്ടുണ്ട്? കമാൽ പാഷ് സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി ഈ 11 ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോർണറിലെത്തിയപ്പോൾ ചെയ്തു പോയതാണ്. അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ രാഹുൽ ഈശ്വറോ ആരെങ്കിലും ഇവിടെ വന്നിരുന്ന് അന്തസ്സോടെ അവസാനം ഷാരൺ ഗ്രീഷ്മയ്ക്ക് കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലേ? തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, തെറ്റാണെന്ന് പറഞ്ഞൂടെ? തെറ്റാണെന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? നമ്മുടെ എന്താ വനിതാ കമ്മീഷന് തെറ്റാന്ന് പറയാതെ? എന്താ നമ്മുടെ യുവജന കമ്മീഷൻ? ഷാരോൺ യുവജനമാണല്ലോ, 21 വയസ്സല്ലേ ഉള്ളൂ, യുവജനത്തിന്റെ പരിധി വരുന്ന ആളല്ലേ. കമാൽ പാഷ സാറ് ജഡ്ജിയാണ്. അദ്ദേഹം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തത്, അല്ലെങ്കിൽ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ്, വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നില്ല. ഒരാൾ, 2 പേര് വേണ്ട, ഒരാൾ പറയുന്നില്ലല്ലോ. അതെന്താണ്? അപ്പൊ അവിടെയാണ് ഈ ഇരട്ടത്താപ്പുണ്ട്. അത് ലോപ്പ് സൈഡഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിങ് ഗ്രൗണ്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ.
ഈ ബാലൻസിങ് ഗ്രൗണ്ട് ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. നേരത്തെ ശ്രീ അജിത് കുമാർജി പറഞ്ഞ എന്നെ ഒരു വിമർശനവും കൂടി ഞാൻ സ്വീകരിക്കുന്നു. കാര്യം പലപ്പോഴും ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ പറയും പോകും, ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാറില്ല. പക്ഷെ ജനുവരി 11 എനിക്ക് ശരിക്കും അതിന്റെ ആവശ്യം ബോധ്യമായത്. മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. മകന്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിൽ ഹണി റോസിന്റെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി. വനിതാ കമ്മീഷൻ പറയുന്നു, യുവജന കമ്മീഷൻ പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം, കേസ് എടുക്കണം, DGPക്ക് റിപ്പോർട്ട് കൊടുക്കും. വനിതാ കമ്മീഷൻ പറയുന്നു എനിക്കെതിരെ കേസ് ഉണ്ടാണ്, അറസ്റ്റ് ചെയ്യണം. ഞാൻ ശരിക്കും അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത്, ഞാൻ എവിടെ പോകും. മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നുകൊണ്ട് ഞാൻ ഉടനെ പെട്ടെന്ന് ഹൈക്കോടതി വിളിച്ചു. ദൈവസഹായിച്ച ഹൈക്കോടതി വൈകിട്ട് 5 മണിക്കോ അവസാനം ആണ് നമ്മൾ ഫയൽ ചെയ്തത്. കാര്യം എന്റെ മകന്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തത്. കാര്യം എങ്ങനെ വാർത്ത വരുമെന്ന് അറിയാമോ? ലൈംഗികാധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. എന്റെ തന്നെ പരിചയക്കാരായ സുഹൃത്തുക്കളായ മാധ്യമങ്ങൾ വൈകിട്ട് ചർച്ച ചെയ്യും രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് നടത്തിയത്. ഒരു മടിയില്ലാതെ ചർച്ച ചെയ്യും. അപ്പോൾ അവസാനം വെർബൽ റേപ്പിസ്റ്റ് ആണ്. നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തന്നു. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, ജസ്റ്റിസ് PD കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളാണ്. യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് ചാമ്പ്യൻ അതേഴ്സ് കോസ് ടു. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്ത കൃത്യം വാർത്തയാണ്. നമ്മുടെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ഒരു വാർത്ത പോലും ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഗൽ സെല്ല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും എനിക്ക് അനുകൂലമായ വാർത്ത കൊടുത്തു? ഹണി റോസിന്റെ കേസിൽ ഹണി റോസിന് തിരിച്ചടി എന്ന് ഒരാളെങ്കിലും വാർത്ത കൊടുത്തു? അതെന്തുകൊണ്ടാണ്? അത്രമാത്രം ലോക്ക് സൈഡഡ് ആണ്. അതായത് കഴിഞ്ഞ ആഴ്ച എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ അപ്രോച്ച് ചെയ്തു. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്കെതിരെ FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് തരുന്നില്ല. എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു രാഹുൽ ഈശ്വറിന് തിരിച്ചടി, അറസ്റ്റ് തടഞ്ഞില്ല എന്നൊക്കെ. കോടതി പറഞ്ഞത് FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് തരുന്നില്ലെന്നാണ്. രാഹുൽ ഈശ്വരൻ നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നല്ലേ പോലീസ് കണ്ടെത്തിയത്? ഹണി റോസിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലാന്ന് പോലീസ് കണ്ടെത്തി. ഹണി റോസിന്റെ പരാതി തെറ്റാണെന്ന് കൊടുക്കണ്ട. ഹണി റോസിന്റെ പരാതി പോലീസ് തെളിയുന്നോ, ഹണി റോസിന് തിരിച്ചടിയുന്നോ ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തു? ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് ഹണി റോസ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി രാഹുൽ ഈശ്വറിന് മാപ്പില്ല, എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. വലിയ രീതിയിൽ വെണ്ടക്കയാക്കി. ഹൈക്കോടതി അത് ശരിയല്ലെന്നും പോലീസ്, അതായത് സാറിന് ഞാൻ വിചാരിച്ചു പോലീസ് എനിക്കെതിരെ കേസെടുക്കും, ഒരു മീഡിയക്കാരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയെങ്കിലും ദൈവസഹായിച്ച് പോലീസിനോട് നന്ദിയുണ്ട്, അവർ പറഞ്ഞില്ല. ആരെങ്കിലും അനുകൂലമായി ചോദിച്ചു. ഇത് എല്ലാവരുടെയും കേസില്ല. നേരത്തെ പറഞ്ഞ ഒരാളുടെ കേസില്ലേ, പുള്ളി ജോർജിയെ പോയിട്ട് എന്നെ വിളിച്ചു. പുള്ളി പറഞ്ഞു അതായത് ഞാൻ ഇങ്ങനെ റേപ്പിസ്റ്റ് ആണെന്നൊക്കെ TV യിൽ ആരാന്ന് മനസ്സിലായി കാണും. വെളിയിൽ പോയിട്ട് എന്നിട്ട് ഈ മനുഷ്യൻ കോടതിയുടെ അനുമതിയോടുകൂടി കീഴടങ്ങാൻ വരികയാണ്. കൊച്ചിയിൽ കോടതിയുടെ അനുമതിയോടുകൂടി വിദേശത്ത് നിന്ന് കീഴടങ്ങാൻ വരികയാണ്. പോലീസുകാർ കോടതിയിൽ ചെന്ന് പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം. കോടതി ഇപ്പം പോലീസുകാരോട് ചോദിച്ചു, മീഡിയക്കാരെ കാണിക്കാനല്ലേ? വേണ്ട. രാഹുൽ ഈശ്വർ പറയുന്നതല്ല കേട്ടോ, ഹൈക്കോടതി കേരള പോലീസിനോട് പറഞ്ഞാണ് മീഡിയക്കാരെ കാണിക്കാനല്ലേ? വേണ്ട, അറസ്റ്റ് ചെയ്യണ്ട. ഇത് പോട്ടെ, മാധ്യമ പ്രവർത്തകരിൽ പ്രമുഖനായ ഡോക്ടർ അരുണിന്റെ കേസിൽ അതും എല്ലാ പ്രമുഖ പ്രോപ്പർ ലീഗൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതി ചോദിച്ചു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ അരുൺകുമാറിനെതിരെ കേസെടുത്തത്? അതായത് നേരിട്ട് ആ പെൺകുട്ടിയെ കാണാത്ത ഡോക്ടർ അരുൺകുമാർ പോക്സോ കേസിൽ 1-ാം പ്രതിയായി. നേരിട്ട് ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. അടുത്ത ദിവസം കൂടെയുള്ള സുഹൃത്തിനോട് നീ ഇന്നലെ ആ പെൺകുട്ടിയെ കണ്ടോ, നീ കാണാതിരിക്കുന്നതാണെന്നല്ല തമാശ പറഞ്ഞു. തമാശ ശരിയോ തെറ്റോ രണ്ടാമത്തെ കാര്യം. അരുൺകുമാർ എങ്ങനെ 1-ാം പ്രതിയായി? എന്നാലേ ഒരു പഞ്ചുള്ളൂ, എന്നാലേ ഒരു ഗുമ്മുള്ളൂ. ഷാബാസിനെ 1-ാം പ്രതിയാക്കിയാൽ ഒരു ഗുമ്മില്ല, അരുണിനെ 1-ാം പ്രതിയാക്കിയാൽ മാത്രമേ അതിനൊരു ഗുമ്മുള്ളൂ. അല്ലെങ്കിൽ കുട്ടിക്കൽ ജയേന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞ സെറീന യഥാർത്ഥത്തിൽ എന്റെ വലിയൊരു ഹീറോ ആണ്. 7 മാസമായി പുള്ളി ഒരു ജാമ്യം കിട്ടാൻ വേണ്ടി ഓടുന്നു. ഇന്നലെ ആ നോട്ട് അറസ്റ്റ് കിട്ടിയത് ഒരു വ്യാജ കേസാണ്. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും മറ്റുള്ള രീതിയിലുള്ള കേസാണ്. ഈ വ്യാജ പോക്സോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ജീവിക്കണ്ടേ? പുള്ളിക്ക് അച്ഛനും അമ്മയും അങ്ങനെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഒന്നും ഇല്ല. സിനിമയ്ക്ക് റോൾ കിട്ടൂ, സീരിയലിന് റോൾ കിട്ടൂ, ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കൂ, സ്റ്റേജിന് വിളിക്കൂ, ഇവർക്കൊക്കെ ആഹാരം കഴിക്കണ്ടേ, ജീവിക്കണ്ടേ? അവിടെയാണ് പ്രിയങ്ക ഗാന്ധി നേരത്തെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ശക്തമായി ഡിമാൻഡ് ചെയ്തത്. ഞങ്ങൾ പറയുന്നതിന് ആ വിലയില്ല, പക്ഷെ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് സമൂഹത്തിൽ വളരെ ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീ പറയുമ്പോൾ വിലയുണ്ട്. പുരുഷന്റെയും ഫോട്ടോയും പേരും കൊടുക്കാതിരുന്നൂടെ? കോടതി കുറ്റക്കാരനാണ് തെളിയിക്കുന്നവരെ. കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം, അവരെ ആക്രമിക്കണം, അവർ മോശക്കാരാണെന്ന് പറയണം, അവർക്ക് പൊങ്കാലയിടണം, സംശയമില്ല. പക്ഷെ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ അവരുടെ ഫോട്ടോയും പേരും കൊടുക്കാതിരുന്നൂടെ? അതൊരു മിനിമം മാന്യതയല്ലേ? ഞാൻ നേരത്തെ നിവിന്റെ കാര്യം വെച്ചൊരു കാര്യം കൂടെ ചോദിക്കണ്ടേ മാഡം? അതായത് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി എന്ന് എല്ലാവർക്കും മനസ്സിലായി. പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല. നിങ്ങൾ അതായത് നിവിൻ പോളിയുടെ പരാതി DGPയുടെ കയ്യിലുണ്ട്. എന്നിട്ട് നിവിൻ പോളിയുടെ കേസിൽ ഇതുവരെ ഒരു ഇതുപോലും കൊടുത്തിട്ടില്ല. എന്താ അതിന്റെ കാരണം? എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള MLA എൽദോസ് കുന്നപ്പള്ളി, പുള്ളിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം എന്താ അറിയോ? ഉള്ളിൽ പൊള്ളലുണ്ടാവും. മറിച്ച് ഈ ഫെമിനിസ്റ്റുകളെ അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് പറയുന്നറിയോ? നിങ്ങളൊക്കെ പീഡകരാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? ഒരു കേസ് നിങ്ങൾക്ക് നേരെ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ പൊള്ളൽ മനസ്സിലാവും. നമുക്കോ നമ്മുടെ സഹോദരനോ നമ്മുടെ മകനോ നമ്മുടെ അച്ഛനോ നമ്മുടെ വീട്ടുകാർക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വരുമ്പോഴേ ആ പൊള്ളൽ മനസ്സിലാവും.
കാര്യം അതുവരെ വലിയ തത്വമൊക്കെ പറയും, സ്ത്രീപക്ഷമാണ് ലോകോത്തര പക്ഷം എന്ന് പറയും. സ്വന്തമായിട്ടൊരു കള്ളപ്പരാതി വരുമ്പോഴാണ് എന്റെ ദണ്ണം മനസ്സിലാകും. അതാണ് TV രാജേഷ് ഇരുന്ന് കരയുന്ന രംഗം നമുക്ക് ഓർമ്മ കാണും 10 വർഷം മുതൽ. കാര്യം വന്നാൽ ഒന്നും ചെയ്യാനില്ല, വന്നാൽ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ പോലീസുകാര് അനുകൂലമായി എനിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടും കോടതി എന്ന് പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്? 2-3 ചാനലിലെ ചർച്ചയല്ലേ, 1 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്ന പരിപാടിയല്ലേ, എന്തോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോലീസുകാർ ക്ലീൻ ചിറ്റ് തരൂല. പോലീസുകാർ ദിവസം അയച്ച് ഞാൻ പറയുന്നതിലൊന്നും തെറ്റില്ലാത്തതുകൊണ്ട് FIR ഇടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ക്ലീൻ ചിറ്റ് പ്രശ്നമൊന്നും തരില്ല. എന്നും അങ്ങനെ പുരുഷൻ ഒരു നെഗറ്റീവിന്റെ ഷാഡോയിൽ നിൽക്കണം. കഷ്ടകാലത്തിന് എനിക്കെതിരെ അങ്ങനെ കേസോ ബോക്സോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ ജോലിക്ക് അഫക്ട് ചെയ്യില്ലേ? ഞാൻ വർക്ക് ചെയ്യുന്ന ടെക്നോമാർക്കിലെ കമ്പനി അഫക്ട് ചെയ്യില്ലേ? ഞാൻ പോകുന്ന സ്കൂളിലും കോളേജിലും എനിക്ക് പിന്നെ ജോലി കിട്ടൂ. എല്ലാവരും എന്ത് പറയും? പീഡന കേസിലെ പ്രതിയാണ്, അവനെ മാറ്റി നിർത്താന്ന് പറയും. വലിയ സന്തോഷത്തോടെ ആൾക്കാർ വലിയ രീതിയിൽ പീഡനം എന്ന് പറഞ്ഞ് ചർച്ചയും ചെയ്യും. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, സ്ത്രീപക്ഷമാകണം നിയമങ്ങൾ, പക്ഷെ പുരുഷ വിരോധമാകരുത്. പുരുഷനെ വേട്ടയാടാനാകരുത്. സ്ത്രീകൾക്ക് ഒരു പരിച തന്നെ വേണം, സംശയമൊന്നുമില്ല. നൂറ്റാണ്ടുകളുടെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സ്ത്രീകൾക്ക് പരിച കൊടുക്കണം, വാളുകളാകരുത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നല്ലതാണ്. എന്നാൽ പുരുഷനെ വേട്ടയാടരുത്. കാര്യം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നാളെ ഈ വാള് തിരിച്ചു കടിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ചുറ്റും ഇറങ്ങിയാൽ നാട്ടുകാരിൽ നിന്ന് കേൾക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് എല്ലാം പറയും, പുരുഷ കമ്മീഷൻ വല്ലതും വന്നാൽ നിങ്ങൾക്ക് പോയി പറഞ്ഞ ഗുണമുണ്ട്. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ചു നേരം ഇരുന്ന് കേട്ടു കൊടുക്കാന്നല്ല, എന്താ കാര്യം? നിങ്ങൾ പറയുന്ന പ്രകാരം പുരുഷ കമ്മീഷനാണ് പുരുഷന്മാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന രീതിയിലാണ്. അതിപ്പോ യാഥാർത്ഥ്യമായാൽ തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിട്ടാണ് വരിക. പക്ഷെ നിയമങ്ങൾ സ്ത്രീകളുടെ അവരുടെ സാഹചര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് അനുകൂലമാണ്. പിന്നെ കമ്മീഷന് കാര്യമായി എന്ത് ചെയ്യാം? അവിടെയാണ് സാർ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിക്കോട്ടെ. ഇന്നും റൂറൽ ഏരിയയിലൊക്കെ പോയാൽ ഇന്നും സ്ത്രീകൾക്കൊക്കെ ഒരുപാട് സീരിയസ് ഇഷ്യൂ ഉണ്ട്. റൂറൽ ഏരിയസിലൊന്നും ഇത്രയും മിസ്യൂസ് ഇല്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ പുരുഷന് പോയി ഈ സിവിൽ, അതായത് ക്വാസി ലീഗൽ ബോഡി അല്ലെങ്കിൽ സെമി ലീഗൽ ബോഡിയാണ് കമ്മീഷൻ. ഈ കമ്മീഷന് തെളിവെടുക്കാനൊക്കെ ആൾക്കാരെ വിളിക്കാം. അപ്പൊ എനിക്ക് വന്നാൽ ഇപ്പൊ ഉദാഹരണം എന്റെ കേസ് പറയാം. നേരത്തെ അജിത് കുമാർജി പറഞ്ഞത് നല്ല പോസിറ്റീവ് വിമർശനമായിട്ട് എടുക്കുക. മുമ്പൊക്കെ ഞാൻ വന്ന് ഇവരുടെ കോൺക്ലേവിലൊക്കെ പ്രസംഗിക്കും, നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം, ആ ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്യണം, ഭരണഘടന ഇൻവോക്ക് ചെയ്യണം എന്നൊക്കെ. എന്റെ കേസിൽ എനിക്ക് നേരെ വനിതാ കമ്മീഷനും നമ്മുടെ യുവജന കമ്മീഷനും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പേടി തോന്നിയത്. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യൂ, അയ്യോ മോൻ കണ്ടാലോ, മോന്റെ ഫ്രണ്ട്സ് കണ്ടാലോ. അന്ന് മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. 8-10 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരുടെ അച്ഛനമ്മമാര് ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇവന് പിന്നെ സൗഹൃദം ഉണ്ടാവും, ഇവന് സ്കൂളിൽ നാണക്കേട് ഉണ്ടാവും. കാര്യം പോയ വാർത്ത എനിക്ക് ഉറപ്പാണ്, അറസ്റ്റ് ചെയ്താൽ എനിക്ക് വാർത്ത ഉറപ്പാണ്. ലൈംഗികാധിക്ഷേപ കേസിൽ ലൈംഗികം എന്ന വാക്കും കൊണ്ടിരുന്നു, എന്നാലേ പഞ്ചുള്ളല്ലോ. സെക്ഷൽ അബ്യൂസ് കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടു. നാളെ എന്റെ മോനെ അത് ബാധിക്കും. അപ്പൊ എന്താ എനിക്ക് പോകാനൊരു സ്ഥലം? പുരുഷ കമ്മീഷണർ വിളിച്ച്, സാർ ഇങ്ങനെ എനിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നിട്ടുണ്ട്, സാർ അതിന്റെ ഒരു എവിഡൻസ് എടുക്കണം, ഒരു ചെക്ക് ആൻഡ് ബാലൻസ്. അത്ര ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓൾറെഡി കോടതികൾ ഉണ്ടല്ലോ, പിന്നീട് എന്തിനാ മനുഷ്യാവകാശ കമ്മീഷൻ? ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, പിന്നീട് എന്തിനാ വനിതാ കമ്മീഷൻ? ആവശ്യമുണ്ട് കേട്ടോ, ആവശ്യമുണ്ടെന്ന് അർത്ഥത്തിലാണ് പറയണേ. കോടതികൾ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് സ്വിഫ്റ്റ് ആയിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഡീൽ ചെയ്യാം. മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും സ്വിഫ്റ്റ് ആയിട്ടും നമ്മുടെ വനിതാ കമ്മീഷനുകൾക്ക് ഡീൽ ചെയ്യാം. സ്ത്രീ സൗഹാർദ്ദ ഇടങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവിടെയാണ് ഞങ്ങൾക്ക് താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ള സതീദേവി മാഡം, വനിതാ കമ്മീഷന്റെ സതീദേവി മാഡം, യുവജന കമ്മീഷന്റെ M. ഷാജർ, രണ്ടുപേർക്ക് ഞങ്ങൾ ഇന്ന് തന്നെ റിക്വസ്റ്റ് അയക്കും. അവരനുവദിച്ചാൽ അവരെ പോയി കാണും. അവരുടെ അടക്കം സഹകരണത്തോടു കൂടി ഇത് നടത്തിയെടുക്കണം എന്നുള്ളതാണ്. ആരോടും ഇതിൽ വിരോധമൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളോടുള്ള റിക്വസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ഈ പറയുന്നത് മുഴുവൻ നിങ്ങൾക്ക് തത്വങ്ങളായിട്ടേ തോന്നും. ഇത് ശരിക്കും അനുഭവിച്ച ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോഴേ അതിന്റെ വേദനയറിയും, അതിന്റെ പൊള്ളലറിയും. അതുകൊണ്ടാണ് നാളെ നിങ്ങളടക്കം നാളെ ആ യുവജനോത്സവത്തിന് നിങ്ങളെയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ, സീനിയർ അഡ്വക്കേറ്റിനെയാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആരെയും കേട്ട് പറയില്ല. കോടതി എന്ത് പറയുന്നറിയോ? 2 ദിവസം കഴിയട്ടെ, നമുക്ക് നോക്കാറുണ്ട്. 2 ദിവസം നിങ്ങൾ ജയിലിൽ കിടക്കും. 2 ദിവസം കഴിഞ്ഞ് പോലീസുകാർ ഇതേ പല്ലവി പറയും, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ അന്വേഷിക്കുകയാണ്? TV വന്ന പരിപാടി എന്തോ അന്വേഷിക്കാനാണ്. ആയിക്കോട്ടെ. 3-ാമത്തെ ദിവസം പറയും ഇന്ന് തിരക്കാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരും. നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ പോക്സോ കേസിലെ പ്രതിയായി, വ്യാജ പീഡകരായി. നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും എന്ത് പറയും? കുറച്ച് ദിവസം മാറി എന്നോളാൻ പറയും. കുറച്ച് ദിവസം മാറി എന്നോളാൻ പറയാം, നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല. ഇതൊരു സ്ലിപ്പറി സ്ലോപ്പ് പോലെ താഴെ പോകും. ഇങ്ങനെ സംഭവിച്ച ഒരുപാട് ആൾക്കാർ മാധ്യമങ്ങളിലും വെളിയിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളോട് എടുത്ത് അവസാനിക്കും.